എല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ 8 മാസങ്ങളിൽ കർത്താവ് ചെയ്ത എല്ലാ മഹാ അത്ഭുതങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 8 മാസം സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെയൊക്കെയും കർത്താവ് സംസാരിച്ചു. എല്ലാവരോടുമല്ല, ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും പ്രാർത്ഥനയിലും ആരാധനയിലും കർത്താവിനെ ഭക്തിയോടെ സേവിച്ചവർക്ക് വേണ്ടി സ്വർഗീയ ദർശനങ്ങളും വെളിപ്പാടുകളും സ്വപ്നങ്ങളും, ഉയരത്തിലെ സ്വപ്നങ്ങൾ, അവ നൽകിക്കൊണ്ട് കർത്താവ് വാഗ്ദത്തങ്ങളാൽ അനേകരെ നിറച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരും എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇതുപോലെ കർത്താവിനോട് ആരെടുക്കുന്നുവോ അവരോട് കർത്താവ് അടുക്കും. ആദ്യത്തെ ചുവട് വയ്ക്കുവാൻ നമുക്കൊരവസരം കർത്താവ് തരികയാണ്. ഈ പുതിയ മാസം സെപ്റ്റംബർ മാസത്തിൽ കർത്താവിനോട് അടുക്കാൻ ഒന്നാമത്തെ ചുവട് നമ്മൾ വെക്കുമെങ്കിൽ സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവും ആകുന്നു എന്ന വചനം പറയുന്നത് പോലെ കർത്താവ് ഒരു ചുവട് വെച്ചാൽ സ്വർഗത്തിലിരിക്കുകയും ഭൂമിയിൽ കാലുവെക്കുകയും ചെയ്യുന്ന ദൈവം ഒരു ചുവട് വെച്ചാൽ നമ്മുടെ ഒരടി ചുവടിനേക്കാൾ എത്രയോ വലുതാണത്. മാത്രമല്ല, നമ്മുടെ ആയുസ്സിന് വേണ്ട എല്ലാം ഒരൊറ്റ ചുവട് കൊണ്ട് ചെയ്തു തരാൻ, നമ്മുടെ നിത്യത വരെയും നമുക്ക് വേണ്ടി ചെയ്തു തന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ മാസം, സെപ്റ്റംബർ മാസം, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവപ്രവർത്തികളുടെയും മാസമായി തീരട്ടെ. അതിന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. മഹാനായ APJ അബ്ദുൽ കലാം, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് ഒരു അഭിമാനമായിരുന്നു, ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, തിരമാലകളെ എനിക്കിഷ്ടമാണ് എന്ന് APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു. അതിൻ്റെ ശക്തി കൊണ്ടോ അതിൻ്റെ ശബ്ദം കൊണ്ടോ അല്ല, ഏറ്റവും താഴ്ചയിൽ നിന്ന് ഉയർന്നു വരാനുള്ള അതിൻ്റെ പരിശ്രമത്തെ കാണുമ്പോഴാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറയാനിടയായി. താഴ്ചയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വരാൻ അത് പരിശ്രമിക്കുന്നു. തോറ്റുകൊടുക്കാത്ത തിരമാലകൾ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെയും ജീവിതം എന്ന് അദ്ദേഹം പറയുന്നു. തോറ്റുകൊടുക്കരുത്. ഈ സെപ്റ്റംബർ മാസത്തിൽ തോറ്റുകൊടുക്കാൻ ആരും സമ്മതിക്കരുത്. ചിലർ പറയും, എൻ്റെ ജീവിതം ഒരു തോൽവിയാണ്. ഇല്ല, നമ്മുടെ ജീവിതത്തെ തോൽവിയും വിജയവുമാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കാം. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് കയറാനുള്ള എല്ലാവിധ മാർഗവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിനെ കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കി ചിറകടിച്ച് ആകാശങ്ങളിൽ, ഉയരങ്ങളിൽ കയറാൻ കഴിയുമെന്ന്. മാത്രമല്ല, മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലാണ്. നമ്മൾ പറയുന്നത് പോലെ സംഭവിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും, നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞത് മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. ദൈവമുണ്ടാക്കിയ മലയെ നമുക്ക് മാറ്റാൻ ദൈവം അനുവാദം തരികയാണ്. ഇത് മനസ്സിലാക്കിയ യോശുവ, സൂര്യ ചന്ദ്ര അനങ്ങാതെ ഈ യുദ്ധം തീരുവോളം നിൽക്കുക എന്ന് പറഞ്ഞു. അതങ്ങനെ ചെയ്തു, സംഭവിച്ചു. അതെന്താ കാരണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് യോശുവയുടെ പുസ്തകത്തിൽ. എനിക്ക് തോന്നുന്നു 10-ാം അധ്യായത്തിലായിരിക്കണം. ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ അതിന് മുമ്പും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ദൈവം ഉണ്ടാക്കിയതിനെ, അതിനെ ചലിപ്പിക്കാൻ ആരും ദൈവം അനുവദിച്ചിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ രാത്രി വാഴാനും ചന്ദ്രനെയും പകൽ വാഴാൻ സൂര്യനെയും ദൈവമാക്കി വെച്ചെന്ന്. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അവരെ ദൈവം അവിടെ ആക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ ചലനത്തെ നിയന്ത്രിക്കുവാൻ യോശുവയുടെ വാക്കുകൾക്ക് കഴിഞ്ഞു.
ദൈവമാണ് അവയെ ഉണ്ടാക്കി ഒരു സ്ഥലത്താക്കിയത്, അവരുടെ അധികാരങ്ങളും പരിധിയും നിശ്ചയിച്ചതും. ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ, ഏകനാണെങ്കിലും സൂര്യൻ നിരാശനല്ല, അവൻ ദിനവും പ്രകാശിക്കുകയാണ്. ചിലർ പറയും, ഞാൻ ഏകനാണ്, എനിക്കാരുമില്ല. സൂര്യനോ ചന്ദ്രനോ ഇന്ന് വരെ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവാക്കിയ സ്ഥാനത്ത് പ്രകാശിക്കുക. അങ്ങനെ പ്രകാശിക്കാൻ ദൈവാക്കിയ സ്ഥാനത്ത് നിന്ന സൂര്യനെയും ചന്ദ്രനെയും താൻ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുവരാൻ പോലും ഒരു മനുഷ്യനെ, യോശുവ എന്ന മോശയുടെ ശിഷ്യനെ കർത്താവ് അധികാരപ്പെടുത്തി, അല്ലെങ്കിൽ അനുവദിച്ചു. ഒരു മനുഷ്യന്റെ വാക്ക് ദൈവം കേട്ടു എന്ന്. ഈ സെപ്റ്റംബർ മാസം നിങ്ങൾ പറയുന്നത് കേൾക്കാനും ദൈവമുണ്ടാക്കി ഈ ഭൂമിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനും നിങ്ങൾക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ചെയ്തതിലും അധികം വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് ഉറപ്പായി തന്നെ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ഈ മാസം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഇനി കർത്താവല്ല, കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് കഴിയുന്നതെല്ലാം വിശ്വസിക്കുന്നവർക്കും കഴിയും. നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലാണല്ലോ നമ്മൾ തുടരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ മരണം, അതിനെ തുടർന്ന് 8-ാം അധ്യായം തുടങ്ങുന്നത് സഭയ്ക്ക് വലിയ ഉപദ്രവം ഉണ്ടായി. ജനങ്ങൾ ചിതറിപ്പോയവർ വിശ്വാസം വേണ്ടെന്ന് വെച്ചില്ല, ചിതറിപ്പോയവർ മടുത്തില്ല, ചിതറിപ്പോയവർ പിന്മാറിയില്ല. വിശ്വാസത്തിൽ വന്നിട്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഉഷ്ണം തട്ടുമ്പോൾ, ഉണങ്ങിപ്പോകുന്ന പാറസ്ഥലത്ത് വീഴുന്ന വിത്തിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, വിത്തിൻ്റെ കുഴപ്പമല്ല, വീണ സ്ഥലത്തിൻ്റെ കുഴപ്പമാണെന്ന്. വഴിയറമ്പത്ത് വീണാൽ അതേ നല്ല വിത്ത് പറവജാതി കൊത്തിക്കൊണ്ടുപോകും. ചിലർ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലമില്ലാതെ പോകും. വിത്തിൻ്റെ കുഴപ്പമല്ല, വീണ സ്ഥലത്തിൻ്റെ കുഴപ്പം. അടുത്ത് മുള്ളിനിടയിൽ വീണു, അത് ഞെരുങ്ങിപ്പോയെന്ന്. വിത്തിൻ്റെ കുഴപ്പമല്ല, വീണ സ്ഥലത്തിൻ്റെ കുഴപ്പം. എന്നാൽ അല്പം വിത്തുകൾ നല്ല സ്ഥലത്ത് വീണു, അത് 100, 30, 60 മേനി വിളവുണ്ടാക്കിയെന്ന്. സ്ഥലം ഒരുക്കപ്പെട്ട വ്യക്തികളാണോ, വലിയ ഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവിടെ ചിതറിപ്പോയവർ, അവർ വിശ്വാസത്തിൽ നിന്ന് പോയെന്നല്ല, അവരുടെ ഹൃദയത്തിൽ ഉള്ള വചനം പോകുന്നില്ല. അവർ ചിതറിപ്പോയി, എന്നാൽ അവരിലുള്ള വചനം ചിതറിപ്പോയില്ല. അതാണ് നമ്മൾ വായിക്കുന്നത്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8:4. ചിതറിപ്പോയി, എന്നിട്ടും വചനം പോയില്ല. അവർ പോയിടത്തെല്ലാം വചനം പറഞ്ഞു. അവരും വിതച്ചു, വഴിയറമ്പത്തും മുള്ളിനിടയിലും പാറസ്ഥലത്തും നല്ല ഇടത്തും. യേശു അന്ന് പറഞ്ഞ ഉപമ ഇതാ, ഇവർ വിതച്ചുകൊണ്ട് നടക്കുകയാണ്, പോകുന്നിടത്തെല്ലാം വിതയ്ക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസം നമ്മുടെ വീട്ടിൽ വചനം കൊണ്ട് നിറക്കണം. ഈ സെപ്റ്റംബർ മാസം നമ്മുടെ നാടിനെ വചനം കൊണ്ട് നിറക്കണം. ഈ സെപ്റ്റംബർ മാസം നമുക്ക് ഭൂമി മുഴുവനും വചനം വിതയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ, നല്ല നിലങ്ങളെ ഒരുക്കാൻ കഴിഞ്ഞെങ്കിൽ, ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മഹത്യയിൽ നിന്നും പാപത്തിൽ നിന്നും മനം തിരിയാനായിട്ട് ഇടയാകും. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഇവരുടെ ജീവിതത്തിൽ ചിതറിപ്പോവുക എന്ന് പറയുന്നത് കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, പാർത്ത സ്ഥലം നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, നിന്ദകളും പരിഹാസങ്ങളും വർദ്ധിച്ചു. ഇതൊക്കെയാണല്ലോ പലരും വചനത്തിൽ നിന്ന് പോകുന്നത്, പലരും വിശ്വാസത്തിൽ നിലനിൽക്കാത്തത്. എന്നാൽ ഇവരെ തട്ടിക്കളയുവാൻ, ഇവരെ വിശ്വാസത്തിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും കഴിയുന്നില്ല. നിങ്ങൾ നോക്കിയേ 5-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ശമരിയ പട്ടണത്തിൽ കടക്കാതെയും ജാതികളുടെ ഇടക്കൽ പോകാതെയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് പോകുവിൻ. അപ്പോൾ ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ മാത്രമാണ് കർത്താവ് ഈരണ്ടായിട്ട് പലരെയും വിട്ടത്. എന്നാൽ അവർ കൈക്കൊണ്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇതാ തൻ്റെ അരുമ ശിഷ്യന്മാരെ ഭൂമിയുടെ അറ്റത്തോളം വിടുകയാണ്. കാരണം യേശുവിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിച്ചു. തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും ജനനമുണ്ടായി. അതുകൊണ്ട് അവരുടെ പരിമിതികൾ പൊളിഞ്ഞുപോയി. നേരത്തെ ഇസ്രായേലിൽ മാത്രം സഞ്ചരിച്ചാൽ മതിയായിരുന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ ഒരു 40-50 കിലോമീറ്ററിനകത്ത്, കൂടി വന്നാൽ 100-120 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, മൈലുകൾക്കുള്ളിൽ യാത്ര ചെയ്ത സമയങ്ങളേ ഉള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, ഉയരത്തിലെ ശക്തി കിട്ടുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറും. ഞാൻ ക്രൂശിക്കപ്പെടുന്നതോടുകൂടി നിങ്ങൾ വലുതാകും. ഞാൻ ചെയ്തതിനേക്കാൾ വലിയവയ്ക്കായിട്ടാണ് നിങ്ങളെ ഞാൻ പുതുതായി സൃഷ്ടിക്കുന്നത്. അപ്പോൾ നാം പുതുതായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നു? സൽപ്രവർത്തികൾക്കായിട്ട്. എഫേസ്യ ലേഖനത്തിൽ 2 പറയുന്നു, സൽപ്രവർത്തികൾക്കായി പുതുതായി സൃഷ്ടിക്കപ്പെട്ടവർ. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സൽപ്രവർത്തികൾ ചെയ്തത് പാലസ്തീൻ ആ മണ്ണിലാണ്. ഗലീല കടലിൻ്റെ ആ ഏരിയകൾ, ഇന്ന് പാലസ്തീൻ്റെ കൈവശമുള്ള കുറേ സ്ഥലങ്ങൾ, ഇസ്രായേൽ, അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ക്രൂശിൽ മരിക്കുന്നതോടുകൂടി എൻ്റെ പരിമിതി പൊളിയുന്നു. പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി വീണ്ടും ജനിച്ച നിങ്ങളുടെയും പരിമിതി പൊളിയുന്നു. അതിലും വലിയ കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. ഞാൻ പോയിടത്തല്ല നിങ്ങൾ പോകുന്നത്, അതിലും കൂടുതൽ. ഞാൻ ചെയ്തതല്ല നിങ്ങൾ ചെയ്യുന്നത്, അതിനേക്കാൾ അധികം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ രക്ഷിക്കപ്പെട്ട യേശുവിൻ്റെ പൈതലാണെങ്കിൽ യേശു ചെയ്തതിനേക്കാൾ വലിയവ ചെയ്തേ മതിയാകും. അത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് ഓർക്കണം. വിശ്വസിക്കുന്നവർ പുറപ്പെട്ട് ഭൂമിയുടെ അറ്റത്തോളം രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന്. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അത് ലൈഫ് സ്റ്റൈലായിട്ട് മാറണം. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന്. കൈവച്ച് അവരെ സൗഖ്യമാക്കണം. മരണകരമായി യാതൊന്ന് കുടിച്ചാൽ ഒരു ഹാനിയും വരില്ലെന്ന്. ഇതെല്ലാം മർക്കോസ് 16:17 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാം. ഇത് കേട്ടവർ പുറപ്പെട്ടു, സകലയിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. ഇതാ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് വചനം പ്രസംഗിച്ചു. ക്രിസ്തുവാകുന്ന വചനം പ്രസംഗിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് യേശുവിനെ പ്രസംഗിക്കും. അബ്രഹാമിനെയല്ല, ഇസഹാക്കിനെയല്ല, യാക്കോബിനെയല്ല, ഏലിയാവിനെയല്ല, മോശയെയല്ല. ക്രിസ്തുവിനെ എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെയാണ് ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നത്. എന്ത് സംഭവിച്ചു എന്ന് കാണാം. 6-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും. സെപ്റ്റംബർ മാസത്തിൽ യേശുവിനെ സംസാരിക്കുന്ന, കർത്താവിനെ കുറിച്ച് പറയുന്ന വ്യക്തികളിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. നിങ്ങളെല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പ്രസംഗിച്ചാൽ വീട്ടിൽ തന്നെ പ്രസംഗിക്കുക, തന്നോട് തന്നെ അങ്ങോട്ട് പ്രസംഗിക്കുക. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങളെ പറ. അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ വീട് ഓവർഫ്ലോ ആയിട്ട് കവിഞ്ഞൊഴുകാൻ പോയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും. ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ സെപ്റ്റംബറിൽ നടക്കും. ഇന്ന് വരെ കാണാത്ത ദൈവപ്രവർത്തി കാണും.
ഇത് കേൾക്കുമ്പോൾ ഇതിനെ സ്വീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ അത് കാണും. നിങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത്. എന്താണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു? മനുഷ്യനായി ദാവീദിന്റെ കുടുംബത്തിൽ കടന്നു വന്നവൻ, കന്യകയിലൂടെ ജാതനാകുമെന്നുള്ള പ്രവചനത്തിലൂടെ വന്നവൻ, ഈ ഭൂമിയിൽ വന്ന് മാനവ കുലത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളെ നിവർത്തിയാക്കി സകലതും പൂർത്തിയാക്കി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ അതേ സുവിശേഷം എവിടെ പറയുമോ അവിടെ ഒരു ചലനമുണ്ടാകും. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഇങ്ങനെ പറയാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തി ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ വീടുകളെ നിറക്കട്ടെ. നാം നല്ല ഒരു വിശേഷം എല്ലാവരോടും പറയണം. ഇനി നീ നിന്റെ പാപത്തിൽ മരിക്കേണ്ട, നീ രോഗിയായി മരിക്കേണ്ട. നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്ന ഒരു കാര്യസ്ഥൻ, ഒരു മധ്യസ്ഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടിയുണ്ട്. നിന്നെ ഒരിക്കൽ അനാഥനായി വിടില്ലെന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ടെന്ന് ഈ സുവിശേഷം എല്ലാവരോടും പറഞ്ഞു. ആ സ്ഥലത്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. യേശു ക്രിസ്തു എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ യേശുവിനെ ഉയർത്തുന്നവരും ഉയർത്തപ്പെടും. എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. കർത്താവിനെ നിന്ദിക്കുന്ന ആരും കർത്താവിനെ അങ്ങനെ ദൈവജനം നിന്ദിക്കാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുമ്പോൾ, ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ കുറ്റം പറയുമ്പോൾ, ദൈവമയച്ചവരെ അപവാദം പറയുമ്പോൾ നിങ്ങൾ കർത്താവിനെയാണ് നിന്ദിക്കുന്നത്. നിങ്ങൾ നിന്ദിക്കപ്പെടും. അത് ഉറപ്പാണ്. ദൈവജനം അങ്ങനെ പറയുന്നു. എന്നാൽ കർത്താവിനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമയക്കുന്നവരെയെല്ലാം നിങ്ങൾ മാനിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, അതൊന്ന് ചൂടാക്കി കൊടുത്താൽ, ആ ചൂടാക്കിയതിൽ അല്പം ചായപ്പൊടിയും പഞ്ചസാരയും അല്പം പാലും ആവശ്യത്തിനിട്ട് നല്ലൊരു കപ്പിനകത്താക്കി മാന്യമായിട്ട് കൊടുത്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. മിനിമം വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർ അനുഗ്രഹീതർ എന്ന് പറയുവോളം ഇനി നിങ്ങൾ എന്നെ കാണില്ലെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവരെ അനുഗ്രഹീതരെന്ന് പറയണം. അവരെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ കാണും. നമുക്ക് വിശ്വസിക്കാം. ഫിലിപ്പോസ് ചെയ്ത അത്ഭുതങ്ങൾ പുരുഷാരം കാണുകയും കേൾക്കുകയും ചെയ്തു. ഏക മനസ്സോടെ അത് ശ്രദ്ധിച്ചു. നിങ്ങളുടെ വാക്കുകളിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ കൈകളിലൂടെ അത്ഭുതമായിരിക്കും. യേശുവിനെ കുറിച്ച് സംസാരിക്കുന്ന വീടുകളിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കും. ഈ സെപ്റ്റംബർ മാസം 9-ാം മാസം 9 കൃപാവരങ്ങളും 9 ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മിൽ ഉണ്ടാകും. അങ്ങനെ തന്നെ വിശ്വസിക്കാം. അത് തന്നെ പറയാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ തന്ന ഈ പുതിയ മാസം അത്ഭുതങ്ങളുടെ വിള കാണുവാൻ, അത്ഭുതങ്ങളുടെ ഫലം കാണുവാൻ, അത്ഭുത രോഗസൗഖ്യം കാണുവാൻ, അത്ഭുത വഴികൾ തുറക്കുന്നത് കാണുവാൻ, അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് കാണുവാൻ യേശുവിൻ നാമത്തിലിടയാകട്ടെ. എല്ലാ മാനസിക വിഭ്രാന്തികളും ഇത് കേൾക്കുന്നവരെ വിട്ടുമാറണം. നല്ല ബലമുള്ള, ആരോഗ്യമുള്ള, സ്വസ്ഥതയുള്ള, പ്രതീക്ഷയുള്ള ഒരു ക്രിസ്തീയ ജീവിതം എല്ലാവരിലും ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ കൊണ്ട് ഈ കുടുംബങ്ങൾ അങ്ങ് പേടിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഇത്രയും നല്ലത് എവിടെയായിരുന്നു എന്ന് കാനാവിലെ കല്യാണ വീട്ടിലെ വിരുന്ന വഴി ചോദിച്ചവർ ഇത്രയും വലിയ അത്ഭുതങ്ങൾ, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ വീടുകളിൽ അത്ഭുതങ്ങൾ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ വീട്ടിലത് സംഭവിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വലിയവ ചെയ്യും.
നാളെയും നമുക്ക് ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.